അപ്പോൾ ലേബർ വേരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ മെറ്റീരിയൽ വേരിയൻസിനോട് സിമിലർ തന്നെയാണ് ലേബർ വേരിയൻസും. അപ്പോൾ ലേബർ വേരിയൻസിൽ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബേഴ്സ് ആക്ച്വൽ വേജ് കോസ്റ്റ് ഓഫ് ലേബേഴ്സിനും വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് ലേബർ വേരിയൻസ് ഉണ്ടാകുന്നത്. 6 ഇമ്പോർട്ടൻറ്റ് ലേബർ വേരിയൻസ് ആണുള്ളത്. ഫസ്റ്റത്തത് ലേബർ കോസ്റ്റ് വേരിയൻസ്, പിന്നെ ലേബർ റേറ്റ് വേരിയൻസ്, പിന്നെ ലേബർ എഫിഷ്യൻസി വേരിയൻസ്, പിന്നെ ഐഡിയൽ ടൈം വേരിയൻസ്, ലേബർ മിക്സ് വേരിയൻസ്, ലേബർ ഈൽഡ് വേരിയൻസ്. ഇത്രയും 6 കാറ്റഗറി ഓഫ് ലേബേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ലേബർ വേരിയൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ലേബർ കോസ്റ്റ് വേരിയൻസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ലേബർ കോസ്റ്റ് വേരിയൻസിൻ്റെ ഒരു പാർട്ടാണ് എന്ത്, ലേബർ എഫിഷ്യൻസി വേരിയൻസ്. അപ്പോൾ ലേബർ കോസ്റ്റ് വേരിയൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതെന്നാണ് ലേബർ എഫിഷ്യൻസി, ലേബർ റേറ്റ് വേരിയൻസ്, അതുപോലെ ലേബർ ഐഡിയൽ ടൈം വേരിയൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയൻസ് ലേബർ കോസ്റ്റ് വേരിയൻസ് ആണ്. പക്ഷേ നമ്മളോട് ലേബർ വേരിയൻസ് കണ്ടുപിടിക്കുക, കാൽക്കുലേറ്റ് ലേബർ വേരിയൻസ് അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് ലേബർ വേരിയൻസ് ചോദിച്ചാൽ നമ്മൾ ഈ 4 ലേബർ വേരിയൻസ് ആണ് ചെയ്ത്, അതായത് ഫസ്റ്റ് ലേബർ കോസ്റ്റ് ചെയ്തു, പിന്നെ ലേബർ എഫിഷ്യൻസി ചെയ്തു, ലേബർ റേറ്റ് ചെയ്തു, പിന്നെ ഐഡിയൽ ടൈം ചെയ്തു. ഈ ലേബർ കോസ്റ്റിൻ്റെ ഒരു പാർട്ടാണ് എന്ത്, ലേബർ എഫിഷ്യൻസി, പിന്നെ അതുപോലെ ലേബർ റേറ്റും ലേബർ ഐഡിയൽ ടൈം. പിന്നെ നെക്സ്റ്റ് ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ലേബർ എഫിഷ്യൻസി 2ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലേബർ മിക്സ് വേരിയൻസും ലേബർ ഈൽഡ് വേരിയൻസും. അങ്ങനെ 2ആയിട്ട് ലേബർ എഫിഷ്യൻസി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ഇക്വേഷൻസും ഓരോ സിറ്റുവേഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയി നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞ ലേബർ കോസ്റ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേരിയൻസ് ആണ് ലേബർ കോസ്റ്റ് വേരിയൻസ്. ലേബർ കോസ്റ്റ് വേരിയൻസിന് വേറൊരു പേര് വേജ് വേരിയൻസ് എന്നാണ്. ഇതെങ്ങനെ അറേസ് ചെയ്യുന്നത് വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ അലൗഡ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് അച്ചീവ്ഡ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ. അതിൻ്റെ ഡിഫറൻസ് ആണ് എന്ത്, ലേബർ കോസ്റ്റ് വേരിയൻസ്. അതായത് എന്താണ്, നമുക്ക് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ അലൗഡ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ഇപ്പം നമുക്ക് ഔട്ട്പുട്ട് ഇപ്പം ഒരു 100 യൂണിറ്റ്സ് ഔട്ട്പുട്ടാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം വിചാരിക്കും ഇത്ര ലേബർ കോസ്റ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇത്ര കോസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്താക്കണം, ഈ 100 യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു 1000 റുപ്പീസ് കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക ലേബേഴ്സിന്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് 100 യൂണിറ്റ് ഉണ്ടാക്കണം നമ്മൾ ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്യും. ചിലപ്പോൾ അതെന്താവും 1500 ആവും, ആക്ച്വലി ചിലപ്പോൾ 1500 വരും. ചിലപ്പോൾ അതെന്തായിരിക്കും, ചിലപ്പോൾ 1000 വരില്ല, ചിലപ്പോൾ എന്ത് വരും 800 വരും. അപ്പോൾ അതനുസരിച്ചിട്ട് വരുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ലേബർ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുക. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളൊരു ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബേഴ്സ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബേഴ്സ് അല്ലെങ്കിൽ ആക്ച്വൽ വേജസ്. എത്രയാണ് വേജസ് അവർക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത്. നെക്സ്റ്റ് ലേബർ റേറ്റ് വേരിയൻസ് ആണ്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് പേ വേരിയൻസ് എന്ന് വേറൊരു പേരുണ്ട്. ഇതായത് മെറ്റീരിയൽ വേരിയൻസിനോട് സിമിലർ ആണിത്. ഇത് ലേബർ കോസ്റ്റ് വേരിയൻസിൻ്റെ ഒരു പാർട്ടാണ്. ഇത് അറേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ സ്റ്റാൻഡേർഡ് റേറ്റ് സ്പെസിഫൈഡ്, ആക്ച്വൽ റേറ്റ് എത്രയാണോ കൊടുക്കുന്നത് അത് കുറയ്ക്കുന്ന വേരിയൻസ് ആണ് എന്ത്, നമുക്ക് സ്റ്റാൻഡേർഡ് റേറ്റ് വേരിയൻസ്. ആക്ച്വലി നമ്മൾ ഓൾറെഡി സ്റ്റാൻഡേർഡ് ഒരു റേറ്റ് കൊടുക്കണം എന്ന് വിചാരിക്കും, അതിന് ചിലപ്പോൾ നമ്മൾ ആക്ച്വൽ കൊടുക്കുന്ന റേറ്റിന് ചിലപ്പോൾ വ്യത്യാസം വരും. അതിനെയാണ് നമ്മൾ ലേബർ റേറ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്താ വെച്ചാൽ ആക്ച്വൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്. അപ്പോൾ അത് അറേസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ബേസിക് പേജ് റേറ്റ്. ചിലപ്പോൾ ബേസിക് പേജ് റേറ്റിന് എന്തെങ്കിലും മാറ്റം വെച്ചാൽ 10% ഇൻക്രിമെൻറ്റ് ഓരോ ഇയർ വൈസ് എന്താക്കും ഇൻക്രിമെൻ്റ് ഒക്കെ വരും. അപ്പോൾ അങ്ങനെ ഇൻക്രിമെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് ബേസിക് വേജ് റേറ്റിന് മാറ്റം വരും. പിന്നെന്താ, യൂസ് ഓഫ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെൻറ്റ്. ചിലപ്പോൾ നമ്മൾ ഗൂഗിൾ പേ വഴി പേ ചെയ്യും, ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റായി കൊടുക്കും, ചിലപ്പോൾ നമ്മൾ ബാങ്കിലിടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ആ ഒരു മാറ്റം. പിന്നെ അൺഷെഡ്യൂൾഡ് ഓവർ ടൈം എക്സെട്ര. അതായത് ചില സമയത്ത് നമുക്ക് ഓവർ ടൈം ചില ലേബേഴ്സിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കേണ്ടി വരും. ചിലപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ ഇത്രയും പ്രൊഡക്റ്റ് കൊടുക്കണം എന്നപ്പോൾ ഒരു കോൺട്രാക്റ്റ് വൈസ് ആണെങ്കിൽ നമുക്കെന്താ കുറച്ച് ഓവർ ടൈം ഇരുന്ന് വർക്കേഴ്സ് വർക്ക് ചെയ്താലേ അത്രയും പ്രൊഡക്റ്റ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അവർ അഡീഷണലായി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓവർ ടൈം പേയ്മെൻറ്റ് കൊടുക്കില്ല. അപ്പോൾ അതിലെന്തെങ്കിലും ചിലപ്പോൾ റേറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ ലേബർ റേറ്റ് വേരിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ലേബർ എഫിഷ്യൻസി വേരിയൻസ് ആണ്. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഇത് ലേബർ യൂസേജ് വേരിയൻസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി വേരിയൻസ് എന്ന് വേറൊരു പേരും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇത് ലേബർ കോസ്റ്റ് വേരിയൻസിൻ്റെ ഒരു പാർട്ടാണ്. ഇത് എങ്ങനെ അറേസ് ചെയ്യുന്നത് വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഹവേഴ്സ് സ്പെസിഫൈഡ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ആൻഡ് ആക്ച്വൽ ഹവേഴ്സ് സ്പെൻഡ്. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി വിചാരിക്കും എന്താണ് 8 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ കോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെക്കും. ചില സമയത്ത്
സമയത്ത് 8 മണിക്കൂർ കൊണ്ട് അത്രയും പ്രൊഡക്റ്റ് ചിലപ്പോൾ ഉണ്ടാക്കി കഴിയില്ല. അപ്പോൾ അത് ചിലപ്പോൾ ഒരു 10 ഹവേഴ്സ് എടുക്കും. അപ്പോൾ ആ ഒരു ഹവേഴ്സിൽ വരുന്ന മാറ്റം ചിലപ്പോൾ അതെന്താവും 6 ഹവേഴ്സ് കൊണ്ട് തന്നെ ചിലപ്പോൾ എന്താവും ഉണ്ടാക്കി കഴിയും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് നമ്മളൊരു 8 ഹവേഴ്സാണ് വെച്ചതെങ്കിൽ ചില സമയത്ത് അത് ആക്ച്വലി ചിലപ്പോൾ എന്ത് വരും, 8 വരും, ചില സമയത്ത് 10 വരും, ചില സമയത്ത് ആക്ച്വലി 6 വരും, ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും. അപ്പോൾ അതനുസരിച്ചിട്ട് എന്താ അതിലെന്തെങ്കിലും മാറ്റം വരും. അപ്പോൾ ആ വരുന്ന മാറ്റത്തിന് നമ്മൾ ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം. ഇതാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ആക്ച്വൽ ടൈം എന്ന് ഇവിടെ പറയുന്നത് എന്താ വിചാരിച്ചാൽ എത്ര ഹവേഴ്സാണോ ആക്ച്വലി എന്താണ് എംപ്ലോയീസ് വർക്ക് ചെയ്തത്. അതായത് അബ്നോർമൽ ഐഡിയൽ ടൈം നമ്മൾ അവിടെ നിന്ന് കുറയ്ക്കും. അബ്നോർമൽ ഐഡിയൽ ടൈം എന്ന് വെച്ചാൽ ഇപ്പോൾ 8 ഹവേഴ്സാണ് ഡ്യൂട്ടി എങ്കിൽ ചിലപ്പോൾ അതിൽ ഒരു 1 ഹവർ ചിലപ്പോൾ ലിഷർ ആയിരിക്കും. ആ ലിഷർ ടൈം നമ്മൾ എന്താക്കില്ല, ഇതിൽ കൂട്ടൂല. എത്ര ടൈമാണോ വർക്ക് ചെയ്തത് ആ വർക്ക് ചെയ്ത ടൈം മാത്രമേ നമ്മൾ കൂട്ടുള്ളൂ. അപ്പോൾ ആ ഒരു 1 ഹവർ ചിലപ്പോൾ ലഞ്ച് ബ്രേക്കോ ടീ ബ്രേക്കോ അങ്ങനെയൊക്കെ ഒരു 1 ഹവർ ലിഷർ ഉണ്ടെങ്കിൽ ആ ലിഷറുള്ള ടൈം നമ്മൾ കുറച്ചിട്ട് ആക്ച്വൽ എത്രയാണോ വർക്ക് ചെയ്തത്. അപ്പോൾ 8 ഹവേഴ്സാണ് ഡ്യൂട്ടി ടൈം, അതിൽ 1 ഹവർ ലിഷർ എടുത്താൽ ആക്ച്വൽ എത്തിരിക്കും 7 ഹവേഴ്സേക്കും ആക്ച്വൽ ഡ്യൂട്ടി ടൈം. ആ ഡ്യൂട്ടി ടൈം മാത്രമേ നമ്മൾ എന്ത് കൂട്ടുള്ളൂ, ഇതിൽ ലേബർ എഫിഷ്യൻസിയിൽ നമ്മൾ കൂട്ടുള്ളൂ കേട്ടോ. പിന്നെ ലേബർ എഫിഷ്യൻസിയിൽ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരിക? ചില സമയത്ത് ലാക്ക് ഓഫ് പ്രോപ്പർ സൂപ്പർവിഷൻ ഇല്ലാത്ത കേസിൽ, അങ്ങനെ ലാക്ക് ഓഫ് പ്രോപ്പർ സൂപ്പർവിഷൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്താക്കും എംപ്ലോയീസ് ലേബേഴ്സ് അങ്ങനെ വർക്ക് ചെയ്യില്ല. അവരെന്താക്കും വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അവരുടെ ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ അവരെ വർക്കിംഗ് ടൈം വർക്കിന് വേണ്ടി തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ സൂപ്പർവൈസ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ ഒരു ഇത് വരും. പിന്നെ രണ്ടാമത്തെ ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് ട്രെയിനിങ്, നല്ല ട്രെയിനിങ് കിട്ടാത്ത സാഹചര്യത്തിലും ആ പ്രോഡക്റ്റ് നമുക്ക് വിചാരിച്ചത്രയും ഔട്ട്പുട്ട് ലേബേഴ്സിൻ്റെ അടുത്ത് കിട്ടില്ല. പിന്നെ പുവർ വർക്കിംഗ് കണ്ടീഷൻ, നല്ല പ്രോപ്പറായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ അല്ല, കറണ്ട് ഇല്ല, അങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിനെ ബാധിക്കും. പിന്നെ ഇൻക്രീസ് ഇൻ ലേബർ ടേൺ ഓവർ, ഒരുപാട് ലേബർ ടേൺ ഓവർ ഇൻക്രീസ് ആവുന്ന കേസിൽ ഫെയിലിയർ ടു മെയിൻറ്റെയിൻ മെഷീനറി ഇൻ പ്രോപ്പർ കണ്ടീഷൻ, ചിലപ്പോൾ മെഷീനറിക്ക് ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ച് നമുക്ക് ആ പ്രൊഡക്റ്റുകളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. മെഷീനറിക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണെങ്കിലും അതേപോലെ നമ്മൾ വിചാരിച്ച അത്രയും സമയം കൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിയില്ല. പിന്നെ ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സ്, നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പെട്ടെന്ന് മാറ്റം വരുത്തി വേറെ എന്തെങ്കിലും പ്രൊഡക്ഷൻ പ്രോസസ്സ് ഫോളോ ചെയ്താലും നമ്മൾ എംപ്ലോയീസിനെ പെട്ടെന്ന് ഫോളോ ചെയ്യാനോ അതേപോലെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനോ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യം കൊണ്ടാണ് ലേബർ എഫിഷ്യൻസി വേരിയൻസ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഐഡിയൽ ടൈം വേരിയൻസ് ആണ്. ഐഡിയൽ ടൈം വേരിയൻസും ലേബർ കോസ്റ്റ് വേരിയൻസിൻ്റെ ഒരു പോർഷനാണ്. ഇതെങ്ങനെ അറൈസ് ചെയ്യും? ഡ്യൂ ടു അബ്നോർമൽ ഐഡിയൽ ടൈം ഓഫ് വർക്കേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് സിക്നെസ്, പവർ ഫെയിലിയർ, മെഷീൻ ബ്രേക്ക് ഡൗൺ എക്സെട്ര. അതായത് ചിലപ്പോൾ എന്തെങ്കിലും അസുഖമായിട്ട് എംപ്ലോയീസ് ചിലപ്പോൾ വർക്ക് ചെയ്യാൻ നിൽക്കും. അങ്ങനത്തെ കേസിൽ നമ്മൾ വർക്ക് ചെയ്യാതെ നിൽക്കുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. ചിലപ്പോൾ കറണ്ട് ഇല്ലാതെ പവർ കട്ടൊക്കെ ആയിട്ട് മെഷീൻസ് വർക്ക് ചെയ്യില്ലല്ലോ, ആ സമയത്ത് എംപ്ലോയീസ് വർക്ക് ചെയ്യാൻ നിൽക്കും. അപ്പോൾ അതിന് നമ്മൾ വർക്ക് ചെയ്യാൻ നിൽക്കുന്നതുകൊണ്ട് ഐഡിയൽ ടൈം എന്ന് പറയും. പിന്നെ മെഷീൻ ബ്രേക്ക് ഡൗൺ, മെഷീൻ ചിലപ്പോൾ പെട്ടെന്ന് കേടാവുക എന്ത് ചെയ്താൽ നന്നാക്കിയിട്ടല്ലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഐഡിയൽ വേരിയൻസ് വരും. ഇതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ അബ്നോർമൽ ഐഡിയൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, അത് വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. പിന്നെ ഇതിലൊരു റിലേഷൻ ഉണ്ട്, ലേബർ കോസ്റ്റ് വേരിയൻസിൽ നമ്മൾ പറഞ്ഞ റിലേഷൻ ഉണ്ട്. ലേബർ റേറ്റ് വേരിയൻസും ലേബർ എഫിഷ്യൻസി വേരിയൻസും ഐഡിയൽ വേരിയൻസും കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലേബർ കോസ്റ്റ് വേരിയൻസ് കിട്ടും. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഈ ഐഡിയൽ ടൈം വേരിയൻസ് എപ്പോഴും എന്തായിരിക്കും? എപ്പോഴും അൺഫേവറബിൾ ആയിരിക്കും. കാരണം വർക്ക് ചെയ്യാത്ത സമയമാണല്ലോ. അപ്പോൾ വർക്ക് ചെയ്യാത്ത സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഐഡിയൽ ടൈം വേരിയൻസിൽ നമ്മളെപ്പോഴും അൺഫേവറബിൾ ആയിട്ടാണ് നമ്മൾ അതിൻ്റെ ഔട്ട്കമ്മിനെ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ നമ്മളോട് വേരിയൻസ് ചോദിച്ചാൽ ലേബർ വേരിയൻസ് ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ 4 വേരിയൻസാണ് നമ്മൾ മെയിനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ലേബർ മിക്സും ലേബർ ഈൽഡുമാണ്. അത് ചോദിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലാതെ കാൽക്കുലേറ്റ് ലേബർ വേരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലേബർ എഫിഷ്യൻസി അതുപോലെ ലേബർ റേറ്റും ഐഡിയൽ ടൈമും കോസ്റ്റുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ലേബർ മിക്സ് വേരിയൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ലേബർ മിക്സ് വേരിയൻസ് എന്താണ്? ലേബർ മിക്സ് വേരിയൻസ് എന്ന് വെച്ചാൽ വെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഗ്രേഡ് ഓഫ് ലേബേഴ്സ് ആർ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് 2 or more വേരിയൻസ് ആർ കമ്പ്യൂട്ടഡ്. അതായത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേബേഴ്സിനെ, ഒന്നിൽ കൂടുതൽ ലേബേഴ്സിനെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഗ്രേഡുള്ള ലേബേഴ്സിനെ നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കേസിൽ, അതായത് മിക്സ് ആക്കി വരുന്ന കേസിൽ, ഇപ്പോൾ എ ലേബേഴ്സിനെ കുറച്ച് മിക്സ്, ബി ലേബേഴ്സിനെ കുറച്ച് മിക്സ്, അങ്ങനെ മിക്സായി വരുന്ന കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ലേബർ മിക്സ് വേരിയൻസ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെയാണ് എന്തും യൂസ് ചെയ്യുന്നത്? ലേബർ ഈൽഡും കേട്ടോ. വൺ ഈസ് ലേബർ മിക്സ് വേരിയൻസ് ആൻഡ് അതർ ഈസ് ലേബർ ഈൽഡ് വേരിയൻസ്. അങ്ങനെ മിക്സായി വരുന്ന കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലേബർ മിക്സും അതേപോലെ ലേബർ ഈൽഡും. അപ്പോൾ ലേബർ മിക്സ് വേരിയൻസ് എന്ന് വെച്ചാൽ ലേബർ എഫിഷ്യൻസി
എഫിഷ്യൻസി വേരിയൻസിൻ്റെ ഒരു പാർട്ടാണ്. ഇത് എങ്ങനെ അറൈസ് ചെയ്യാം? ഇറ്റ് അറൈസസ് വെൻ ദർ ഈസ് ചേഞ്ച് ഇൻ കോമ്പോസിഷൻ ഓഫ് ലേബർ ഫോഴ്സ്. ലേബർ ഫോഴ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്ന കേസിലാണ് നമ്മൾ ലേബർ മിക്സ് വേരിയൻസ് അറൈസ് ചെയ്യുക. അപ്പം 3 സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്, നോക്കാം. അപ്പോൾ ഓരോന്നിനും ഓരോ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് നോക്കുക, വെൻ ദർ ഈസ് നോ ചേഞ്ച് ഇൻ സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ ഓഫ് ലേബർ ആൻഡ് ടോട്ടൽ ടൈം സ്പെൻഡ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ടൈം. അതായത് നമുക്ക് ആക്ച്വൽ കോമ്പോസിഷനും സ്റ്റാൻഡേർഡ് കോമ്പോസിഷനും ഈക്വൽ ആണ്, അതേപോലെ കോമ്പോസിഷൻ ഓഫ് ലേബേഴ്സ് ഈക്വൽ ആണ്, അതേപോലെ ടോട്ടൽ ടൈം ഓഫ് ആക്ച്വലും അതുപോലെ സ്റ്റാൻഡേർഡ് ടോട്ടൽ ടൈമും ഈക്വൽ ആണ്. അങ്ങനത്തെ കേസിൽ എന്താ വരിക? അങ്ങനത്തെ കേസിൽ നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുക? ലേബർ മിക്സ് വേരിയൻസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ കോമ്പോസിഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. പിന്നെ രണ്ടാമത്തെ കേസ് എന്താ വരുന്നത് നോക്ക്. When there is change in labor composition due to shortage of one grade of labor but there is no change in standard time and actual time. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? സ്റ്റാൻഡേർഡ് ലേബർ കോമ്പോസിഷനും സ്റ്റാൻഡേർഡ് ആക്ച്വൽ കോമ്പോസിഷനും അതേപോലെ സ്റ്റാൻഡേർഡ് ടൈമും ആക്ച്വൽ ടൈമും ഈക്വൽ ആവുന്ന കേസ്. രണ്ടാമത്തേൽ സ്റ്റാൻഡേർഡ് കോമ്പോസിഷനും ആക്ച്വൽ കോമ്പോസിഷനും ഡിഫറൻറ്റും, പക്ഷേ സ്റ്റാൻഡേർഡ് ടൈമും ആക്ച്വൽ ടൈമും ഈക്വലും. അതായത് ഏതെങ്കിലും ഒരു ഗ്രേഡ് ഓഫ് ലേബറിൻ്റെ കേസിൽ എന്തെങ്കിലും ഒരു ഷോർട്ടേജ് വന്നിട്ട് ആക്ച്വൽ കോമ്പോസിഷനും സ്റ്റാൻഡേർഡ് കോമ്പോസിഷനും ഡിഫറൻറ്റ്, പക്ഷേ സ്റ്റാൻഡേർഡ് ടൈമും ആക്ച്വൽ ടൈമും സെയിം. അങ്ങനത്തെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ കോമ്പോസിഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കേസിൽ നോക്കുക. ഇനി മൂന്നാമത്തെ കേസ് നോക്ക്. വെൻ ടോട്ടൽ ആക്ച്വൽ ടൈം ഓഫ് ലേബർ ഡിഫേഴ്സ് ഫ്രം ടോട്ടൽ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ലേബർ. അതായത് സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ലേബറും അതേപോലെ ആക്ച്വൽ ടൈം ഓഫ് ലേബറും ഡിഫറെൻ്റ് ആവുന്ന കേസിൽ. അപ്പോൾ എന്താ ഇക്വേഷൻ? total time of actual composition divided by total time of standard composition into standard cost of standard composition all minus standard cost of actual composition. അതല്ലെങ്കിൽ വേറെ ഇക്വേഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം. അപ്പോൾ നമ്മൾ അതിൽ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ടൈം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ടൈം ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ടോട്ടൽ ടൈം ഓഫ് ആക്ച്വൽ വർക്കേഴ്സ് ബൈ ടോട്ടൽ ടൈം ഓഫ് സ്റ്റാൻഡേർഡ് വർക്കേഴ്സ്. അപ്പം ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം ഇതാണ് സ്റ്റാൻഡേർഡ് മിക്സിലെ 3 കേസ് കേട്ടോ. ലേബർ ഈൽഡ് വേരിയൻസ്. ലേബർ ഈൽഡ് വേരിയൻസും മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് പോലെ തന്നെയാണ്. അതെന്തിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ്? സ്റ്റാൻഡേർഡ് ലേബർ ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഈൽഡും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ ലേബർ ഈൽഡ് വേരിയൻസ് എന്ന് പറയാം. അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ആക്ച്വൽ ഈൽഡ് മൈനസ് സ്റ്റാൻഡേർഡ് ഈൽഡ്, അല്ലെങ്കിൽ ലേബർ സബ് യൂസേജ് വേരിയൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് സ്റ്റാൻഡേർഡ് ടൈം മൈനസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ടൈം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയാണ് ലേബർ വേരിയൻസിൽ മെയിനായിട്ട് വരുന്ന 6 എണ്ണം. അപ്പോൾ ഫസ്റ്റത്തെ 4 എണ്ണമാണ് നമ്മൾ ലേബർ റേറ്റ് വേരിയൻസ് എന്താ ചോദിച്ചാൽ എഴുതുക. പിന്നെ ലേബർ മിക്സ് എന്താ ചോദിച്ചാൽ ആ ഒരു കാറ്റഗറി അനുസരിച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഏതുമായിട്ട് റിലേറ്റഡ് ആണെന്ന് വെച്ചിട്ട് അത് വെച്ച് ചെയ്യും. ലേബർ ഈൽഡ് ചോദിച്ചാൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ചെയ്യും. അപ്പോൾ അടുത്ത പ്രോബ്ലം വൈസ് നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ആയി എങ്ങനെയാണ് ചെയ്യാമെന്ന് പ്രോബ്ലം വൈസ് നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ.